ഹായ് ഗൈസ്, ഞാൻ ജാസ്. രാവിലെ തന്നെ കച്ചവടത്തിന് പോവാണ്. പിന്നെ ഹാഫ് കേടുമ്പോൾ ഈ സാധനം ഇട്ടില്ലെങ്കിൽ നല്ല കരിഞ്ഞിരിക്കും കൈ. അറിയാലോ, സൺസ്ക്രീം ഇട്ടില്ലെങ്കിൽ അതിലും വലുത്. ഇത്രയും നാല് റെജിനാൾഡ് പെന്നാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാണ് ഇടണം. അങ്ങനെ വണ്ടി കയറി ഞങ്ങളുടെ യാത്ര തുടങ്ങി. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. എന്തിനാണെന്ന് അറിയത്തില്ല, എൻ്റെ എറണാകുളത്തുള്ള ഒരു കൂട്ടുകാരൻ ചോദിച്ച് സാരി എവിടെ കിട്ടുമെന്നല്ല. എൻ്റെ ഒരു സജഷൻ ഇതാണ്, ഹാൻഡ്മെയ്ഡ് ഡിസൈൻസ്. ഇവിടെ ആകുമ്പോൾ നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല സാരീസ് കിട്ടും. ഇതൊരു ഓൺലൈൻ സ്റ്റോറാണ്. ഇവർക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട്. അക്കൗണ്ട് ഞാൻ താഴെ കൊടുക്കുക, ആവശ്യമുള്ള ചങ്കത്തിക്ക് അയച്ചു കൊടുക്കും. നമുക്കപ്പോൾ എൻ്റെ കഥയിലോട്ട് തിരിച്ചു വരാം. അവിടെ എത്തിയുടഞ്ഞാൽ നല്ല അടിപൊളി മഴ, വെയിലിൽ നല്ല മഴ തന്നെയാണ്. അങ്ങനെ സാധനമെല്ലാം ഇറക്കി അടിക്കുകയും വെച്ച് അങ്ങനെ ഒരു ഉച്ചയായപ്പോൾ ഊണ് വന്ന് ഇരിക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലം ഉണ്ടായിരുന്നു. ഇന്ന് പാടമായി പിടിക്കാന്ന് പറഞ്ഞ് ഊണിന് 75 രൂപ. അങ്ങനെ ആരും വരാതായപ്പോൾ കുറച്ചു നേരം പട്ടിയായിട്ട് സംസാരിച്ചിരുന്നു. അങ്ങനെ കുറച്ചു നേരം പട്ടി വൈബായി. അങ്ങനെ വൈകിട്ടായപ്പോൾ ചായ കുടിക്കാൻ പോയി. ഡയറ്റൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റണില്ല. ഓണാവധി കഴിഞ്ഞ് തുടങ്ങാമെന്ന് ഓർത്ത് അങ്ങനെ ചായം കുടിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു പ്രശ്നം. അറിയാലോ, വഴിക്കച്ചവടം കുറേ പേര് ഇങ്ങനെ വരും പ്രശ്നം ഉണ്ടാക്കാൻ. ആദ്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ തിരിച്ചും പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ കച്ചവടത്തിന് പോയി അത് പഠിച്ച്. ഒന്നാമത് അവരുടെ സ്ഥലവും കൂടെയാണ്. പക്ഷെ ക്ഷമയെന്ന 2 അക്ഷരം ഞാൻ പഠിച്ചു. അപ്പോൾ അവർ പറയണത് തെറിയെല്ലാം കേട്ട് അവിടെ നിൽക്കും. അങ്ങനെ രാത്രിയായപ്പോൾ സാധനവും കയറ്റി നേരെ അബൂഖാൻ്റെ തട്ടുകടയിലോട്ട് പോയി. അവിടെയാണ് നല്ല റബ്ബർ പോലെ ഇരിക്കുന്ന പൊറോട്ട അടിച്ച് ബാക്കിയെല്ലാം നല്ലതായിരുന്നു. അങ്ങനെ അതും കഴിച്ച് നേരെ വീട്ടിലോട്ട്.